മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്ന് കൂറുമാറിയ എംപിമാർ ഇന്ന് ഷിൻഡെ വിഭാഗത്തിൽ ചേരും. വൈകിട്ട് 4 മണിക്കാണ് ലയന വാർത്താ സമ്മേളനം. എംപിമാർക്ക് പിന്നാലെ എംഎൽഎമാരും മറുകണ്ഠം ചാടിയേക്കുമെന്ന ആശങ്കയ്ക്കിടെ ഉദ്ധവ് താക്കറെ എംഎൽഎമാരുടെ യോഗം വിളിച്ചു. പാർട്ടി വിട്ടെന്ന് പ്രഖ്യാപിച്ച എംപി നാഗേഷ് അഷ്ടിക്കറിനെ ഉദ്ധവ് വിഭാഗം പുറത്താക്കി. മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് വിഭാഗത്തിലെ വിമത നീക്കം ക്ലൈമാക്സിലേക്ക്. വൈകിട്ട് 4 മണിക്ക് മുംബൈയിലെ വൈബി ചവാൻ സെന്ററിൽ 6 വിമത എംപിമാർ ലയന വാർത്താ സമ്മേളനം നടത്തും. ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും മകൻ ശ്രീകാന്ത് ഷിൻഡെ എംപിയും ചേർന്ന് വിമതരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കും. ഉദ്ധവ് വിഭാഗത്തിന് ആകെയുള്ള എംപിമാരിൽ 3-ൽ 2 പേർ ഒരുമിച്ച് പോകുന്നതിനാൽ ലയനത്തോടെ അയോഗ്യതാ പ്രശ്നവും മറികടക്കാനാവും. അതേസമയം 6 പേർ എന്ന സംഖ്യയിലേക്ക് വിമതർക്ക് എത്താൻ കഴിയില്ലെന്ന് ഇപ്പോഴും ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. 2 എംപിമാർ മടങ്ങിയെത്താൻ ശ്രമിക്കുന്നതായാണ് വാദം. ഇന്നലെ 2 വിമത എംപിമാർ പരസ്യമായി കൂറുമാറ്റം പ്രഖ്യാപിച്ചിരുന്നു. എംപിമാർക്ക് പിന്നാലെ നിയമസഭയിലും വിമത നീക്കം ഉണ്ടാവാനുള്ള സാധ്യതയും ഉദ്ധവ് താക്കറെ മുന്നിൽ കാണുന്നുണ്ട്. നിയമസഭയുടെ മഴക്കാല സമ്മേളനം ചേരുന്ന സാഹചര്യത്തിൽ എംഎൽഎമാരുടെയും എംഎൽസിമാരുടെയും യോഗവും ഉദ്ധവ് താക്കറെ ഇന്ന് വിളിച്ചു. 6 പേർ കൂടി എത്തിയാൽ മഹാരാഷ്ട്രയിൽ എംപിമാരുടെ എണ്ണത്തിൽ ബിജെപിയേക്കാൾ വലിയ പാർട്ടിയായി ശിവസേന ഷിൻഡെ വിഭാഗം മാറും. ഉപമുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് കണ്ണുവെക്കുന്ന ഏക്നാഥ് ഷിൻഡെക്ക് ഇനി വിലപേശൽ ശക്തിയും കൂടും. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.